ലോകാവസാനത്തിന്റെ അടയാളമാണ്. ലോകാവസാനത്തിന്റെ അടയാളമായിട്ട് നമ്മൾ ഓരോന്ന് പറയുമ്പോ നമ്മുടെ പ്രിയപ്പെട്ട ഉസ്താദുമാരുടെ മരണം, എന്റെ പെങ്ങന്മാരെ, ഒരു വിഷയം വന്നാൽ ആ വിഷയത്തെ പറ്റി ചോദിക്കാൻ ഇന്ന് ആരൊക്കെയാ ഫത്വ കൊടുക്കുന്നത്? നമ്മൾ ആലിമീങ്ങള് ഇല്ലാതെ വന്നപ്പോ, ആലിമീങ്ങള് കുറവായപ്പോ ആരാ ഫത്വ കൊടുക്കുന്നത്? MLA-മാര്. ആരുവാ ഫത്വ കൊടുക്കുന്നത്? MP-മാര്. ആരാ ഫത്വ പറയുന്നത്? മന്ത്രിമാര്. ആരാ സ്വർഗത്തിനെ പറ്റി പറയുന്നത്, നരകത്തെ പറ്റി പറയുന്നത്? ആലോചിച്ച് നോക്കിയേ. അള്ളാന്റെ റസൂല് പറഞ്ഞു, ഇന്ന മിന അശ്റാത്തിസ് സാഅ, ലോകാവസാനത്തിന്റെ അടയാളം അയ്യുർഫഅൽ ഇൽമു, ഇൽമ അങ്ങോട്ട് ഉയർത്തപ്പെടുക എന്നുള്ളതാണ്. നിങ്ങൾ നന്നായിട്ട് വഅദ് കേട്ടോ. ഇൽമ അങ്ങോട്ട് ഉയർത്തപ്പെടുക എന്ന് പറഞ്ഞാൽ ഐ ബിഖബ്ലിൽ ഉലമാഇ, ആലിമീങ്ങൾ മരിക്കലാണ്. ആലിമീങ്ങൾ മരിക്കലാണ്. ആലിമീ തഴവ ഉസ്താദ് വഅദ് പറഞ്ഞ വേദി തന്നെയാണോ ഈ സാധുവായ ഞാൻ പറയുന്നത്? അല്ലേ? തഴവ മുഹമ്മദ് കുഞ്ഞ് മൗലവി വീട്ടിൽ നിന്ന് എത്ര ദിവസത്തെ പ്രസംഗമാണെന്ന് അന്വേഷിച്ച് ആ ദിവസം അത്രയും പല്ലുകുത്താനുള്ള ഈർക്കില് വീട്ടിൽ നിന്ന് വെട്ടി തന്റെ കറുത്ത ബാഗിനകത്ത് വെച്ച് കൊണ്ടുപോയി പള്ളിപ്പറമ്പിലെ ഓലയിൽ നിന്ന് ഒരു ഈർക്കിലെടുത്ത് പല്ലുകുത്തിയാൽ അത് പൊരുത്തമില്ലാത്ത വസ്തുവാണെന്ന് മനസ്സിലാക്കിയിട്ട് വഅദ് പറഞ്ഞ തഴവ ഉസ്താദിനെ പോലുള്ള മഹത്തുക്കൾ നിന്ന പീഠത്തിലാണ് വിവരം കെട്ട പാപിയായ ഞാൻ നിൽക്കുന്നത്. അപ്പൊ മനസ്സിലായില്ലേ ദീൻ എത്രത്തോളം താഴോട്ട് വരികയാണെന്ന്? ഉയർത്തപ്പെടുക എന്ന് പറഞ്ഞ ഉലമാക്കൾ മരിക്കലാണ്. നല്ല നല്ല പണ്ഡിതന്മാര് മരിച്ചു പോവാൻ. അവസാനം ജാഹിലീങ്ങൾ മാത്രമേ ഉണ്ടാവും. ജാഹിൽ എന്ന് പറഞ്ഞാൽ ദാടിയൊക്കെ നീട്ടുണ്ടാവും. ദാടിയുള്ള എല്ലാ ആളുകളും ആലിമായിരുന്നെങ്കിൽ മൻമോഹൻ സിംഗ് ഏറ്റവും വലിയ പ്രിൻസിപ്പൾ ആവണ്ടേ കോളേജിന്റെ? തൊപ്പി ഉണ്ടാന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? തലേക്കെട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്ക്. നമ്മുടെ ഒക്കെ ധാരണ പണ്ഡിതൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ദാടി ഇങ്ങനെ നീണ്ട് വളർന്നിട്ട് ബൈക്കിൽ പോയാൽ ബാക്കിൽ നിന്ന് പറഞ്ഞ സൈക്കിൾ കയറാൻ അവന്റെ ടയറി താടി ചുറ്റി കുരുങ്ങി വീഴും. അത്രയും വലിയ ദാടി ഉണ്ടെങ്കിലാണ് ആലിമെന്നാണ് നമ്മൾ കരുതിയിരിക്കുന്നത്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആലിമെന്ന് പറഞ്ഞ ദാടി വളർത്തലും വലിയ തലപ്പാ കെട്ടുമെന്നല്ല എന്റെ അർത്ഥം. വിവരമുള്ളവർ ഇല്ലാതായിക്കൊണ്ടിരിക്കാൻ. പിന്നീട് എന്താ സംഭവിക്കുക? ആ ഇൽമ ഉയർത്തപ്പെട്ട് കഴിഞ്ഞാൽ വിവരക്കേട് ഇങ്ങനെ തലപൊക്കാൻ തുടങ്ങും. നമ്മൾ ഈ കോവിഡിന് കണ്ടില്ലേ? ഞാനൊരു പള്ളിയിൽ യാദൃച്ഛികമായിട്ട് കയറിയപ്പോ, ഒരു ജുമയ്ക്ക് കയറിയതാ. അന്ന് നമ്മുടെ പള്ളിയിൽ സജീവമായി ജുമ അങ്ങോട്ട് ആരംഭിച്ചില്ല. അപ്പൊ ജുമ തുടങ്ങിയെന്ന് കേട്ടപ്പോ ഒരു യാത്രയുടെ ഇടയിൽ ഒരു പള്ളിയിൽ ജുമയ്ക്ക് കയറി. അപ്പോ പാവപ്പെട്ട ഇമാം അവിടെ നിപ്പുണ്ട്. സെക്രട്ടറി വിളിച്ചു പറയാണ്, മുസല്ല കൊണ്ടുവരാത്തവർക്ക് പുറകിൽ കസേര ഇട്ടിട്ടുണ്ട്, അത് ഇരുന്ന് നിസ്കരിക്കേണ്ടതാണ്. കഴിവുള്ളവൻ നിന്ന് നിസ്കരിച്ചാലേ നിസ്കാരം ശരിയാവൂ എന്നുള്ളത് എല്ലാ ഇമാമിയങ്ങളും ഏകോപിച്ച് പറഞ്ഞൊരു കാര്യവും നിസ്കാരത്തിന്റെ ഫർളുകളിൽ ഏറ്റവും പ്രമുഖമായതുമാണ് കഴിവുള്ളവൻ നിൽക്കുക എന്നുള്ളത്. സെക്രട്ടറിയുടെ ഫത്വ അങ്ങോട്ട് അടിച്ച് ഫതഹാക്കുകയാണ്. എന്താ പറഞ്ഞത്? കസേര ഇട്ട് നിസ്കരിക്കാത്തവർക്ക്, മുസല്ല കൊണ്ടുവരാത്തവർക്ക് പുറകിൽ കസേരയുണ്ട്, അതിലിരുന്ന് നിസ്കരിക്കേണ്ടതാണ് എന്ന്. ആലോചിച്ച് നോക്കിയേ. ഒരു പള്ളിയില് അത് ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ, സലീം ഉസ്താദിന്റെ ശിഷ്യനും എന്റെ കൂടെ കോളേജിൽ പഠിച്ച ഒരു പണ്ഡിതൻ. ഞാൻ പറയുമ്പോ ഉസ്താദിന് മനസ്സിലായില്ലേ പിന്നീട് ഞാൻ പറഞ്ഞു കൊടുക്കും. അദ്ദേഹം മന്നാനിയയിലെ ബിരുദം എടുത്തിട്ട് ഇറങ്ങി ഒരു മദ്രസയിൽ പോയി, ദർസിൽ ഒരു പള്ളിയിൽ പോയി, ഖതീബായിരുന്നു. ആ ഖതീബായിരിക്കുന്ന സമയത്താണ് നാട്ടിലെ ഒരു പെൺകുട്ടി മരിച്ചു. കമ്മിറ്റിക്കാരിൽ ആരുടെയോ ഒരാളുടെ, സ്വാധീനമുള്ള ഒരാളുടെ ഏറ്റവും അടുത്തൊരു പെൺകുട്ടിയാണ്. അവർ മരിച്ചു, ഭർത്താവ് മരിച്ചു. ഒരു മാസം കഴിഞ്ഞിട്ട് വന്ന് പറഞ്ഞു, നല്ലൊരു ആലോചന കുട്ടിക്ക് വന്നിട്ടുണ്ട്, നിങ്ങളൊന്ന് നടത്തി തരണം. അവൻ പറഞ്ഞു, അർബഅത അശ്ഹുരിൻ വഅശ്റ എന്ന് ഖുർആനല്ലേ പറഞ്ഞ 4 മാസം 10 ദിവസം ഇരിക്കണ്ടേ? അതൊന്നും കുഴപ്പമില്ല, നമ്മൾ എല്ലാം എഴുതി റെഡിയാക്കിയിട്ട് നിങ്ങൾ നടത്തി തന്നാൽ മതി എന്ന് പറഞ്ഞു. അവസാനം അദ്ദേഹം പറഞ്ഞു, എന്നെ കൊണ്ട് പറ്റില്ല. ആ കാരണം കൊണ്ടോ അതിൽ തുടർന്ന് പിന്നീടുള്ള കാരണങ്ങൾ കൊണ്ടോ ഇമാമിന് പള്ളി വിട്ടു പോകേണ്ടി വന്നു. ആലോചിച്ച് നോക്കിയേ. ദീൻ ധൈര്യമായിട്ട് പറയുന്ന പണ്ഡിതന്മാര് നമുക്കുണ്ടാകണം. അതാർക്കും സങ്കടം തോന്നുന്ന ഒന്നല്ല. അതിനൊരു വെല്ലുവിളിയായിട്ട് ആരും കൂട്ടണ്ട. അതൊരു അഹങ്കാരമായിട്ട് ആരും കൂട്ടരുത്, ഒരിക്കലും കൂട്ടരുത്. പണക്കാര വീട്ടുമുറ്റത്ത് എല്ലാ മൊയ്ലിയാക്കന്മാരെയും കാണാമല്ലോ, എന്നാൽ ഒരു മൊയ്ലിയാരെ വീട്ടിന്റെ മുമ്പിൽ ഒരു പണക്കാരൻ ഇല്ലല്ലോ എന്നൊരു പറഞ്ഞു ഒരു മഹാന്റെ അടുത്ത ഒരാള്. ശരിയല്ലേ? എല്ലാ തൊപ്പിക്കാരെയും പണക്കാരന്റെ വീട്ടുമുറ്റത്ത് കാണാം, പക്ഷെ ഒരു മുസ്ലിയാരുടെ വീട്ടിന്റെ മുമ്പിൽ ഒരു പണക്കാരൻ ഇല്ലല്ലോ എന്ന് പറഞ്ഞപ്പോ ആ മഹാൻ കൊടുത്ത മറുപടി എന്താണെന്നറിയോ? പണക്കാരന് ഇൽമിന്റെ വില അറിഞ്ഞൂടോ, എന്നാ ആലിമിന് സമ്പത്തിന്റെ മൂല്യം അറിയാം. അതുകൊണ്ടാണ് ആലിമിന് സമ്പത്തിന്റെ മൂല്യം അറിയാം.
ഞാൻ പറയുന്നത് നമ്മളൊക്കെ ആലിമീങ്ങളാകണം. അതിന് ഏതെങ്കിലും യൂണിവേഴ്സിറ്റിയിൽ പ്രിൻസിപ്പൾ ആകണമെന്നോ സനത് വാങ്ങണമെന്നോ തലയിൽ കെട്ടി നടക്കണമെന്നോ അല്ല. അതിന്റെ അർത്ഥം ഒരു വിഷയത്തെ പറ്റി നന്നായിട്ട് പഠിക്കണം. ഇമാമും മുദരിസും നമുക്കുണ്ടല്ലോ, അവരോട് ചോദിക്കണം. ഇൽമ് ഉയർത്തപ്പെടുകയും ജഹ്ല് വ്യാപിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അടുത്തുണ്ടാകാൻ പോകുന്ന കാര്യം എന്തെന്നറിയോ? അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, ലോകാവസാനത്തിന്റെ അടയാളം ഇൽമം ഉയർത്തപ്പെടുക എന്ന് പറഞ്ഞാ പണ്ഡിതന്മാര് മരിക്കലാണ്, അല്ലെങ്കിൽ ജീവിച്ചിരിക്കുന്ന പണ്ഡിതന്മാര് പേടിച്ചിട്ട് മിണ്ടാതിരിക്കലാണ്. പിന്നീടോ സംഭവിക്കുന്നത് യുൽഹറുൽ ജഹ്ലു, അജ്ഞത ഇങ്ങനെ അങ്ങോട്ട് വെളിവാകാൻ തുടങ്ങും. അപ്പോഴോ മൂന്നാമത്തത് തല പൊങ്ങാൻ തുടങ്ങും. വ്യഭിചാരം അധികരിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. വ്യഭിചാരം അധികരിക്കുക എന്ന് പറഞ്ഞാ വ്യഭിചാരശാലകൾ അധികരിക്കലാകണമെന്നില്ല. വ്യഭിചാരം അധികരിക്കുക എന്ന് പറഞ്ഞാൽ വേശ്യാലയങ്ങൾ തലപൊക്കണമെന്നല്ല. പിന്നെ ഏതാണ് ഈ വ്യഭിചാരം അധികരിക്കുക എന്നറിയോ? ലോകാവസാനത്തിന്റെ അടയാളമാണ് ഭർത്താവ് തന്റെ ഭാര്യയെ വ്യഭിചരിക്കുന്നത്. അതെങ്ങനെ? കള്ളും കുടിച്ചോണ്ട് വന്നിട്ട് വായെടുത്ത് പോലെ നിന്നെ 1 ചൊല്ലി 2 ചൊല്ലി 3 ചൊല്ലി പൊടി എന്ന് പറഞ്ഞു. പിടുത്തം വിട്ട് നേരം വെളുത്ത് ചെറുത്ത് വന്നപ്പോഴേ അവൻ പറയാണ്, എടീ ഇന്നലെ ദേഷ്യപ്പെട്ട് പറഞ്ഞതാ, വെള്ളത്തിന്റെ പുറത്ത് പറഞ്ഞു പോയതാ, അതുകൊണ്ട് നീ അങ്ങ് പുറത്തപ്പെട്ടേക്ക് വാ നമുക്ക് പോകാന്നും പറഞ്ഞു പോയി. അതിലൊരു കുട്ടി ഉണ്ടായി. ആ കുട്ടിയുടെ പേര് ജാരസന്തതി. തമാശക്കാണെങ്കിലും കാര്യത്തിലാണെങ്കിലും കാര്യമാകുന്ന 3 കാര്യങ്ങളിൽ ഒന്നാണ് ത്വലാഖ്. ആശുപത്രിയിൽ ചെന്ന് മരുന്ന് കുടിച്ചു, നീ കാരണമല്ലാത്ത രീതിയിൽ നിന്റെ ബോധം നഷ്ടപ്പെട്ട് എന്തെങ്കിലും പറഞ്ഞു പോയാൽ മാപ്പുണ്ട്. പക്ഷേ നീയായിട്ട് ബോധം പോകുന്ന രീതിയിൽ വാങ്ങി കള്ളും കുടിച്ചിട്ട് ഭാര്യയുടെ മുടിക്കുത്തിന് പിടിച്ച് ചെവരിലടിച്ചിട്ട് നിന്നെ ഞാൻ 3 ത്വലാഖ് ചൊല്ലിയിടി എന്ന് പറഞ്ഞിട്ട് നേരം വെളുത്ത് അവളുടെ കൂടെ കയ്യും പിടിച്ച് നടന്നാൽ നീ ചെയ്യുന്നത് വ്യഭിചാരമാണ്. ഇനി നിനക്ക് നിന്റെ ഭാര്യ വേണമെങ്കിൽ 3 ശുദ്ധി വരെ നിന്റെ ഇദ്ദ ഇരുന്നിട്ട് അവളെ വേറെ എവിടെയെങ്കിലും കെട്ടിച്ചിട്ട് അവള് ത്വലാഖ് ചൊല്ലി അയാൾ ബന്ധപ്പെട്ട് അയാൾ ത്വലാഖ് ചൊല്ലി ആ ത്വലാഖിന്റെ ഇദ്ദയും കഴിഞ്ഞിട്ട് വേണം നിനക്ക് കെട്ടാൻ. നിസ്സാരമാണെന്ന് കരുതിയോ? ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ചിന്തിച്ചു നോക്ക്. നിങ്ങളെന്ന് പറഞ്ഞാൽ ഇത് കേൾക്കുന്ന പിന്നീടുള്ളവരാണെങ്കിലും ശരി, ചിന്തിച്ചു നോക്ക്. എത്രയോ തവണ വന്നിട്ട് ഭർത്താവ് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, എടി നിന്നെ 1, 2, 3 ത്വലാഖ് ഞാൻ ചൊല്ലിയിരിക്കുകയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. വീണ്ടും നമ്മൾ ജീവിക്കുന്നില്ലേ? അത് വ്യഭിചാരമല്ലേ? അതാരാ പറഞ്ഞു കൊടുക്കാത്തത്? ഇതാരാ അറിയിക്കാത്തത്? ആലിമീങ്ങളുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒരു വിവരം ചോദിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ എന്താ സംഭവിക്കുക? ലോകാവസാനത്തിന്റെ അടയാളമായി അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, ഇങ്ങനെ വ്യഭിചാരം അധികരിച്ചു കൊണ്ടിരിക്കുന്നു. അതിന് തൊട്ടടുത്ത് തന്നെ ഒരു കാരണവും പറഞ്ഞു, ഇഷ്റബുൽ ഖംറു, കള്ളുകൂടി അധികരിച്ചുകൊണ്ടിരിക്കുക. കള്ളുകൂടി ഇങ്ങനെ അധികരിക്കുമ്പോഴേ വ്യഭിചാരം അധികരിക്കും. അതെങ്ങനെ വ്യഭിചാരം അധികരിക്കുക? സ്വന്തം ഭാര്യയെ പോലും വ്യഭിചരിക്കുന്ന കാലം. ത്വലാഖിന്റെ വാചകം ചൊല്ലിയിട്ട് ഭാര്യയെ വീണ്ടും സമീപിക്കുന്ന ഒരു ഏർപ്പാട്. അങ്ങനെ വന്നാൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒന്ന് ആലോചിച്ച് നോക്കിയേ, കള്ളുകൂടി അധികരിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, ഞാൻ പല വേദികളിലും പറഞ്ഞു, ഞാൻ ഇവിടെയും പറയാണ്, നിങ്ങളൊരു 10ഓ 15ഓ കൊല്ലം കഴിഞ്ഞിട്ട് നിങ്ങൾ നോക്ക്. 10ഓ 15ഓ കൊല്ലം കഴിഞ്ഞാൽ നമ്മുടെ പള്ളിക്കകത്ത് മൊബൈൽ സ്വിച്ച് ഓഫ് ആക്കുക എന്ന് എഴുതി വെക്കുന്നത് പോലെ അവിടെ എഴുതി വെക്കേണ്ടി വരും, മദ്യപിച്ചവൻ പള്ളിയിൽ കയറരുതെന്ന്. കാരണം എന്താ? എല്ലാം പിടുത്തത്തില്ല. ഈ കഴിഞ്ഞ പുതുവർഷ പുലരിയില് കേരളം, സാക്ഷര കേരളം, ദൈവത്തിന്റെ സ്വന്തം നാട്, ഖൈറുള്ള കേരളം എന്നൊക്കെ ഇങ്ങനെ പറയുന്ന നമ്മുടെ ഈ കൊച്ചു കേരളം ഇല്ലേ, കടമെടുത്ത് ഒരുപാട് കഷ്ടപ്പെട്ട് പട്ടിണിയിൽ കഴിയുന്ന ഈ കൊച്ചു കേരളം ഇല്ലേ, ഈ കേരളം ഏതാനും മണിക്കൂറുകൾ മാത്രം പുതുവർഷ പുലരിയുടെ ഏതാനും തുച്ഛമായ മണിക്കൂറുകൾ മാത്രം കേരളത്തിന്റെ ഔദ്യോഗികമായ കണക്കനുസരിച്ച്, അനൗദ്യോഗികമായത് വേറെ, ചാരായം വേറെ, വാങ്ങിക്കൊണ്ടുവച്ചിട്ട് കുടിച്ചത് വേറെ, 2 ദിവസം മുമ്പേ വാങ്ങിക്കൊണ്ടുവച്ചത് വേറെ, ആരെങ്കിലും വാങ്ങിക്കൊടുത്തത് വേറെ, മിലിറ്ററിയുടെ സാധനം വേറെ, ബിവറേജിൽ പോയി കാശ് കൊടുത്തിട്ട് വാങ്ങി കുടിച്ച മദ്യം ഏതാനും മണിക്കൂറത്തേക്ക് മാത്രം ഈ പുതുവർഷ പുലരിയിൽ കുടിച്ച കണക്കറിയണോ? 108 കോടി രൂപയാണ് കേരളത്തിന്റെ മക്കളെ കുടിച്ചു തീർത്തത്.
ആലോചിച്ച് നോക്ക് സഹോദരങ്ങളെ, ആ 108 കോടി രൂപയ്ക്ക് 2-3 മണിക്കൂറിന്റെ ഉള്ളിൽ മാത്രം കുടിച്ചു തീർത്തത് അള്ളാന്റെ മുത്തു പറഞ്ഞത് ശരിയല്ലേ? യുശ്റബുൽ ഖംറു, കള്ളുകുടി അങ്ങോട്ട് അധികരിക്കും, അപ്പോഴേക്കും അവരുടെ വ്യഭിചാരവും അധികരിക്കും. അങ്ങനെ അജ്ഞത തലപൊക്കി വന്ന ആലിമീങ്ങളൊക്കെ മരണപ്പെട്ട് ലോകാവസാനത്തിന്റെ അടയാളം എത്തുമ്പോ അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞത് ശരിയാ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് വേണ്ടത് ആലിമീങ്ങളെ സൃഷ്ടിച്ചെടുക്കലാണ്. ഓടയം പള്ളി ചരിത്രപരമായി സാമ്പ്രദായിക ദർസ് നടക്കുന്ന ഒരു സ്ഥലമാണ്. ഒരുപാട് പണ്ഡിതന്മാരെ വാർത്തെടുത്ത മണ്ണാ ഓടയത്തിന്റെ മണ്ണ്. ഒരുപാട് ആലിമീങ്ങൾ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഖിദ്മത്ത് ചെയ്യുന്നുണ്ട്. അവർ എവിടെ ഖിദ്മത്ത് ചെയ്താലും ഓടയത്തെ മണ്ണ് മറക്കൂല. ഓടയത്തുകാരുടെ ഭക്ഷണം, ഓടയത്തുകാര് കൊടുത്ത വെള്ളം, ഓടയത്തുകാര് കൊടുത്ത സ്നേഹം, ഓടയത്തുകാരവരോട് കാണിച്ച സമീപനം അവരൊരിക്കലും മറക്കൂല. പക്ഷേ ഞാൻ പറയുന്നത്, എന്റെ പ്രിയപ്പെട്ടവരെ, മരിക്കുന്നത് വരെ ഈ സാമ്പ്രദായിക ദർസി സംവിധാനം ഒരിക്കലും നഷ്ടപ്പെട്ടു പോകാതെ നമ്മൾ കാത്തു സൂക്ഷിക്കേണ്ടവരാണ്. ഒരിക്കലും നഷ്ടപ്പെട്ടു പോകാതെ സൂക്ഷിക്കാൻ നമ്മളെ ഏൽപ്പിച്ചിട്ടുണ്ട് അല്ലാഹു തആല. അതുകൊണ്ട് ദർസിന് വേണ്ടി നമ്മുടെ പ്രിയപ്പെട്ട മക്കളെ പാകപ്പെടുത്തുക, പഠിക്കാൻ വേണ്ടി നമ്മുടെ മക്കളെ പാകപ്പെടുത്തുക. അള്ളാഹുവിന്റെ അടുക്കൽ ഒരു പണ്ഡിതന് എന്ത് സ്ഥാനമാണുള്ളതെന്നറിയോ? അള്ളാഹു ഏകനാണെന്ന് ലോകത്ത് വിളിച്ചു പറഞ്ഞ അള്ളാഹു ഏകനാണ്, അവനാണ് സൃഷ്ടാവ്, അവനാണ് ഖാലിഖ് എന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞത് അള്ളാഹുവിന്റെ ഖുർആൻ സൂറത്തു ആലു ഇംറാനിൽ പറയുന്നത്, ഷഹിദല്ലാഹു അന്നഹു ലാ ഇലാഹ ഇല്ലാഹു വൽ മലായികത്തു വഉലുൽ ഇൽമി. ഈ ആയത്ത് നല്ലതാ, നന്നായിട്ടൊന്ന് പഠിക്കണേ, നല്ലതുപോലെ ഒന്ന് ശ്രദ്ധിക്കണേ. അല്ലാഹ് പറയുകയാണ്, ഷഹിദല്ലാഹ്, അല്ലാഹ് സാക്ഷി നിൽക്കുകയാണ്, പടച്ചവന് സാക്ഷി നിൽക്കുകയാണ്. അല്ലാഹു എന്ന സർവാധിനാഥനായ, സർവഗുണ സമ്പൂർണനായ, സർവലോക സൃഷ്ടിസ്ഥിതി സംഹാരകർത്താവായ, സർവജ്ഞനായ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സാക്ഷി നിൽക്കുകയാ. അല്ലാഹു മാത്രമല്ല, വൽ മലായിക, അല്ലാഹുവിന്റെ പാരാവാരം പോലെയുള്ള മാലാഖമാരും സാക്ഷി നിൽക്കുകയാണ്. അല്ലാഹു എന്ന ഖാലിഖ് കഴിഞ്ഞാൽ മഖ്ലൂക്കുകൾ പറഞ്ഞത് മലായികത്തുകളെയാണ്, അവരാകാശവാസികളാണെന്ന് നമുക്ക് പറയാ. പിന്നെ അല്ലാഹു മൂന്നാമതായിട്ടൊരു കൂട്ടരെ കൂടി പറഞ്ഞു, വഉലുൽ വിവരമുള്ള ആലിമീങ്ങളും സാക്ഷി നിൽക്കുകയാണ്. അല്ലാഹ് ഏകനാണെന്ന് തൗഹീദിന് സാക്ഷ്യം വഹിക്കുന്നവരാരാ? ഒന്ന് അല്ലാഹുവാണ്, രണ്ട് മലായികത്തുകളാണ്, മൂന്നാമത്തേത് ആലിമീങ്ങളാണ്. അല്ലാഹു ഖാലിഖാണ്, മാറ്റിവെക്ക്. അല്ലാഹുവിന്റെ മഖ്ലൂക്കുകളായ മലായികത്തുകൾ ആകാശവാസികളാണ്. പിന്നെ ഭൂമിയിൽ നിന്ന് പടച്ച തമ്പുരാൻ അവന്റെ ഉലൂഹിയത്തിന്, അവന്റെ റുബൂബിയത്തിന്, അവന്റെ തൗഹീദിന് അവൻ ഏകനാണെന്ന് സമർത്ഥിക്കുന്നതാരാ? സഹോദരങ്ങളെ, മന്ത്രിമാരല്ല, എംഎൽഎമാരല്ല. അല്ലാഹ് പറയുന്നു, വഉലുൽ പണ്ഡിതന്മാര് തന്നെയാണ്, പണ്ഡിതന്മാരാണ് അല്ലാഹു ഏകനാണ് എന്ന് സമർത്ഥിക്കുന്ന ലോകത്ത് സാക്ഷി നിൽക്കുന്നത്. പടച്ചവനാണ് ഏകൻ, അവനാണ് സൃഷ്ടാവ് എന്ന് ഈ ലോകത്ത് സാക്ഷി നിൽക്കുന്നത് ഒന്ന് അല്ലാഹ്, രണ്ട് മലായികത്തുകൾ ആകാശവാസികൾ, മൂന്നാമത്തേത് ഈ ഭൂമിയിൽ നിന്ന് ഔലിയാക്കളല്ല, സഹാബാക്കളെന്നല്ല പറഞ്ഞത്, അമ്പിയാക്കളെന്നല്ല പറഞ്ഞത്, ഉലുൽ ഇൽം, വിവരമുള്ള ആളുകളാണ്, ജ്ഞാനമുള്ള ആളുകളാണ്, ജ്ഞാനികളാണ് അള്ളാഹുവിന്റെ ആ റുബൂബിയത്തിൽ സാക്ഷി നിൽക്കുന്നത്. ഇത്രയും പവർ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ വേറെ ആർക്കാ അള്ളാഹു കൊടുക്കുക? ചെറിയ കാര്യമാണോ ഈ ആലിമീങ്ങൾ എന്ന് പറയുന്ന ചെറിയ കാര്യമാണോ? ആരൊക്കെ തള്ളി പറഞ്ഞാലും, ആരൊക്കെ എന്തൊക്കെ ഏതൊക്കെ രീതികളിൽ തെറ്റിപ്പോയാലും, ഇൽമ് ഹൃദയത്തിൽ ഉറച്ച ഒരു പണ്ഡിതന് ഒരിക്കലും അതിൽ നിന്ന് ഒരു അണു കിടച്ചലിക്കാൻ അവന് കഴിയില്ല. ഹൃദയത്തിൽ ഇൽമിറങ്ങിയാൽ നമുക്കെന്താ സംഭവിച്ചത്? നമ്മുടെ ചുണ്ടുകളിൽ നിന്ന് കാതുകളിലേക്ക് മാത്രമാകുന്നു നമ്മുടെ പ്രസംഗങ്ങൾ. പക്ഷെ എന്താ ആകേണ്ടത്? കൽബിൽ നിന്ന് കൽബിലേക്ക് മാത്രമാകണം. പണ്ട് മുഹിയുദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഒരു കഥ പറയുന്നുണ്ട്. അദ്ദേഹം സദസ്സിലോട്ട് വരാൻ നേരത്ത് ഒരു ചെറിയ തടസ്സം വന്നിട്ട് ഒരു ശിഷ്യനെ വിട്ടു. ആ ശിഷ്യൻ വന്നു, സദസ്സിലേക്ക് നേരെ കയറി, എന്നിട്ട് അദ്ദേഹം പ്രസംഗം ആരംഭിച്ചു, മരണം പറഞ്ഞു.
ആ മരണം പറഞ്ഞു. ആളുകൾ കോട്ടുവായിടുന്നുണ്ട്, ആളുകൾ അലക്ഷ്യമായിരിക്കുന്നുണ്ട്, ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നോക്കുന്നുണ്ട്. ഈ മരണം പറയുന്ന ഉസ്താദ് അങ്ങോട്ട് കരയുന്നുണ്ട്. പക്ഷെ ആർക്കും ഹൃദയത്തിൽ ഒരു ചലനവും ഇല്ല. മരണം കഴിഞ്ഞ് നേരെ ഖബറിലേക്കെത്തി. ആ ഖബറിനെ പറ്റി പറയുന്നുണ്ട്, അദ്ദേഹം കരയുന്നുണ്ട്. പറയുന്ന ആള് ഭയങ്കര കരച്ചിലാണ്. പിന്നെ കർച്ചീഫിലൊക്കെ അല്ലെങ്കിൽ കയ്യിരിക്കുന്ന തുണിയിലൊക്കെ മൂക്ക് പിഴിയുന്നുണ്ട്, ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ ആളുകൾ കോട്ടുവായി വിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വായി നോക്കിയിരിക്കുക. അത് കഴിഞ്ഞ് ഖബറിൽ നിന്ന് നേരെ സിറാത്തിലെത്തി. എന്നിട്ട് ആളുകൾക്ക് ഒരു വ്യത്യാസവും ഇല്ല. അത് കഴിഞ്ഞ് നേരെ പോയി നരകത്തിലേക്ക്. ഒരു കുലുക്കോ ഇല്ല ആളുകൾക്ക്. കുറെ കഴിഞ്ഞ് മുഹ്യിദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹു കടന്നു വന്നു. റസൂലുള്ളാഹി കടന്നു വന്നിട്ട് സദസ്സിനോട് സലാം ചൊല്ലിയിട്ട് പറഞ്ഞു, ഞാൻ വൈകിയതിനൊരു കാരണമുണ്ട്. എന്റെ വീട്ടിൽ ഞാൻ ഏറെ ഇഷ്ടപ്പെടുന്ന, എന്നെ ഏറെ ഇഷ്ടപ്പെടുന്ന എന്റെ പൂച്ചക്കുട്ടി അത് മരിച്ചു. ആ പൂച്ചക്കുട്ടി മരിച്ചു. ആ മരണപ്പെട്ട പൂച്ചക്കുട്ടിയെ ഞാൻ കുഴിയെടുത്തു. ആ കുഴിയിലേക്ക് വെച്ച് മണ്ണിട്ടിട്ടാ ഞാൻ ഇങ്ങോട്ട് വന്ന. ആ ഒരു വൈകലാണ് നിങ്ങൾക്ക് സംഭവിച്ചത് എന്ന് പറഞ്ഞപ്പോ സദസ്സ് കൂട്ടത്തോടങ്ങ് കരയാൻ തുടങ്ങി. പൂച്ച ചത്തു എന്ന് പറഞ്ഞപ്പോൾ സദസ്യർ മുഴുവനും കരഞ്ഞത്, ആ പൂച്ച മരിച്ചു എന്ന് പറഞ്ഞത് റസൂലുള്ളാഹിന്റെ ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്നായിരുന്നു. അതുകൊണ്ട് കേട്ട ആളുകളൊക്കെയും പൊട്ടിക്കരഞ്ഞുപോയി. നേരത്തെ സ്വന്തം മരണത്തെയും ആ മരണശേഷമുള്ള ഖബറിനെയും സിറാത്തിനെയും നരകത്തെയും പറ്റി പറയുമ്പോഴൊന്നും ആളുകളുടെ ഹൃദയത്തിൽ ഒരു വ്യത്യാസവും വന്നില്ല. കാരണം എന്താണ്? നമ്മൾ പറയുന്നതും ചെയ്യുന്നതും പഠിക്കുന്നതും ഹൃദയത്തിന്റെ ഉള്ളറകളിൽ ആത്മാർത്ഥമായിട്ടുള്ള ആ ഒരു പഠനമായാൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് അസറുണ്ടാകും, മാറ്റം ഉണ്ടാവും. ആര് എന്തൊക്കെ നിലയിൽ വഴിതെറ്റിപ്പോയാലും എത്ര വലിയ സമ്പത്തിന്റെ പിന്നാലെ ജനങ്ങൾ പരക്കം പാഞ്ഞാലും, സമ്പത്തിന്റെ പിന്നാലെ പരക്കം പാഞ്ഞു പോയാലും, അല്ലാഹുവിനെ പറ്റി ആഴത്തിൽ മനസ്സിലാക്കിയ ഒരു പണ്ഡിതൻ വിജ്ഞാനത്തിൽ അകക്കാമ്പുള്ളവനുണ്ടല്ലോ, ആഴത്തിൽ അല്ലാഹുവിനെ പറ്റി അറിഞ്ഞവനുണ്ടല്ലോ, മഹാനായ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, റാസിഖൂൻ എന്ന് പറഞ്ഞാൽ എന്താണ് തങ്ങളെ? ആ സമയത്ത് മഹാനവറുകൾ പറഞ്ഞതാണ്, അൽ ആലിമുൽ ആമിലൂ, പറയുന്നതനുസരിച്ച് പ്രവർത്തിക്കുന്നവനാ. വെറും അധര വ്യായാമമല്ല, അവന്റെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. അങ്ങനെ പറയുന്നത് പ്രവർത്തിക്കുന്ന ഒരു പണ്ഡിതനുണ്ടല്ലോ, അവനാണ് വറാസിഖൂന ഫിൽ ഇൽമ്, ഇൽമിൽ വല്ലാത്ത അവഗാഹം എന്ന് പറഞ്ഞാൽ, വറാസിഖ് എന്ന് പറഞ്ഞാൽ അമൽ ചെയ്യുന്നവനാണ്, പറയുക മാത്രമല്ല പ്രവർത്തിക്കുന്നവനുമാണ്. യഖൂലൂന, അവന് പറയുന്നത് എന്തെന്നറിയോ? ആമന്നാ ബിഹി, ആ ഖുർആനിനെ കൊണ്ട് ഞങ്ങൾ വിശ്വസിക്കുകയാണ്. കുല്ലും മിൻ ഇൻദി റബ്ബിനാ, ഈ ആയത്തുകളെല്ലാം എന്റെ പടച്ചവൻ തന്നതാ, ഈ സൂക്തങ്ങളെല്ലാം എന്റെ റബ്ബ് തന്നതാ, ഈ വചനങ്ങളെല്ലാം അല്ലാഹു തന്നത് തന്നെയാണ്. അങ്ങനെ പറയുന്ന ആ പണ്ഡിതന്മാര്, പ്രിയപ്പെട്ടവരെ, നമ്മളിൽ പലരും എന്ന് പറയുമല്ലോ, ഖബറിന് ഏതെങ്കിലും വിഷയത്തെ പറ്റിയിട്ട് പ്രസംഗിക്കുമ്പോൾ അല്ലെങ്കിൽ കേൾക്കുമ്പോൾ നമ്മൾ പറയും, അത് ആ കാലഘട്ടത്തിലുള്ളവരോട് പറഞ്ഞതാണ്, നമ്മുടെ വിഷയമല്ല. പലിശ 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 എന്ന് പറഞ്ഞിട്ട് എത്രയോ നമ്മൾ കേട്ടോ, എന്നിട്ട് നമ്മൾ പലിശയിൽ നിന്ന് മാറിയില്ല. എന്തുകൊണ്ടാണ്? നമ്മൾ പറയാതെ പറയുകയോ നമ്മുടെ ഹൃദയത്തിൽ ഉറച്ചു പോകാതിരിക്കുകയോ ചെയ്യുന്നൊരു കാര്യമുണ്ട്. എന്താണെന്നറിയോ? ഇത് ഏതാനും വിശ്വാസികൾക്ക് മാത്രമാണ് ഈ പലിശയുടെ നിരോധനം, ഈ പലിശ സമ്പ്രദായത്തിൽ നിന്ന് അകലം പാലിക്കുക എന്നത് എന്റെ വിഷയമല്ല എന്ന് ചിന്തിച്ചത് കൊണ്ടല്ലേ നമുക്ക് അങ്ങനെ ഒരു അവഗണന വന്നത്. എന്നാൽ പ്രിയപ്പെട്ടവരെ, പലിശയിൽ നിന്ന് മാറാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ലെങ്കിൽ, ഖുർആൻ ഭർത്താവ് മരിച്ചിട്ട് വീട്ടിൽ ഖത്തം ഓതിയാൽ ആ ഖുർആനിനോടുള്ള ഹക്ക് വീടൂല. എന്റെ പ്രിയപ്പെട്ടവരെ, വാപ്പ മരണപ്പെടുമ്പോൾ 3-ാം ഫാത്തിഹ വരെ വിശുദ്ധമായ ഖുർആൻ മക്കളെ വിളിച്ചുകൊണ്ടിരുത്തിയിട്ട് ഓതിയത് കൊണ്ടായില്ലല്ലോ. ആ ഖുർആനകത്ത് എന്താ ഉള്ളത് അറിയുമോ നിങ്ങൾക്ക്? അറിയുന്നതനുസരിച്ച് പ്രവർത്തിക്കാത്തവര്, വഅള് കേട്ടിട്ട് വീണ്ടും നന്നാകാത്തവര്, വഅള് പറഞ്ഞിട്ട് ഒരിക്കലും നന്നാകാത്തവർ, വഅള് പറയിപ്പിച്ചിട്ട് ഒരിക്കലും നന്നാകാത്തവര് ആരെ പോലെയാണെന്നാണോ ഖുർആൻ പറഞ്ഞത്?
പറഞ്ഞത്. അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു മസലുൽ ലദീന ഹമ്മിലു തൗറാത സുമ്മ ലം യഹ്മിലുഹാ കമസലിൽ ഹിമാരി യഹ്മിലു അസ്ഫാറാ. അല്ലാഹ് പറയുന്നു പഠിച്ചത് അമൽ ചെയ്യാത്തവൻ ആരെ പോലെയാണ്? കമസലിൽ ഹിമാരി യഹ്മിലു അസ്ഫാറാ. അവനക്ക് ഏടുകൾ ചുമക്കുന്ന കഴുതകളെ പോലെയാണ്. ഏടുകൾ ചുമക്കുന്ന കഴുതകളെ പോലെയാണ്. എന്താ കഴുതയുടെ പ്രത്യേകത? ഓടയത്തെ പള്ളിയുടെ മുറ്റത്തൊരു കഴുതയെ നിങ്ങൾ പിടിച്ചു കൊണ്ടുവരുവോ സഹോദരങ്ങളെ? എന്നിട്ട് ആ കഴുതയുടെ പുറത്ത് ബുഖാരിയും മുസ്ലിമും അബൂദാവൂദും തുർമുദിയും നസായിയും ഇബ്നു മാജയും നിങ്ങൾ കെട്ടി വെക്കുവോ? എന്നിട്ട് തഫ്സീറിന്റെ അഖീദയുടെ ഹദീസിന്റെ എല്ലാ ഗ്രന്ഥങ്ങളും അതിന്റെ പുറത്ത് വെച്ചെന്നിരിക്കട്ടെ. എന്നിട്ട് ആ കഴുതയോട് നടക്കാൻ പറഞ്ഞ ആ കഴുത ഈ പറയുന്ന ഗ്രന്ഥങ്ങളുമാകട്ടെ പള്ളിയെ വലയം ചെയ്യും. ഇവിടുന്ന് ഓടയം പോകും, അവിടുന്ന് വർക്കല പോകും, അവിടുന്ന് കല്ലമ്പലം പോകും, എവിടെ വേണോ കഴുത പോകും. കഴുതയ്ക്കറിയില്ല ഇതിന്റെ പുറത്തിരിക്കുന്നത് മുഹമ്മദ് ബിൻ ഇസ്മാഈലുൽ ബുഖാരി തങ്ങൾ എഴുതിയ സഹീഹുൽ ബുഖാരിയാണെന്ന്, മുസ്ലിം തങ്ങൾ എഴുതിയ സഹീഹ് മുസ്ലിമാണെന്നറിയില്ല. അതിനകത്തുള്ളത് അല്ലാഹുവിന്റെ ഹബീബിന്റെ തിരുവചനങ്ങളാണെന്നറിയില്ല. തഫ്സീറിന്റെ ഗ്രന്ഥങ്ങൾ അല്ലാഹുവിന്റെ കലാമാണെന്നറിയില്ല. അവൻ ഇങ്ങനെ കഴുതയാണ് നടക്കുകയാണ്. അതുപോലെയാണ് പഠിച്ചു വെച്ചിട്ട് അമൽ ചെയ്യാത്തവന് തലമറയ്ക്കണമെന്ന് തലമറയ്ക്കണമെന്ന് പഠിച്ചു വെച്ചിട്ട് എന്തേ തലമറയ്ക്കാതെ നടക്കുന്ന പെങ്ങളെ, നീ ആരെ പോലെയാണ്? അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു കഴുതയേട് ചുമക്കും പോലെയാ. പഠിച്ചത് ജീവിതത്തിൽ പ്രവർത്തിക്കാത്ത എന്റെ സഹോദര സഹോദരിമാരെ, എന്നെയും നിങ്ങളെയും അല്ലാഹു ഉപമിച്ചത് കഴുതയോടാണെങ്കിൽ ആ കഴുതയെ പോലെ ആകരുതേ നമ്മൾ പഠിച്ചത് പ്രവർത്തിക്കാൻ നമുക്ക് കഴിയണം. ആ പ്രവർത്തനക്ഷമത എവിടെന്നാ നമുക്ക് കിട്ടുക? അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, നിങ്ങൾക്ക് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിനെ പറ്റിയിട്ടുള്ള ഏറ്റവും നല്ല ജ്ഞാനം, ഏറ്റവും നല്ല ജ്ഞാനം വിജ്ഞാനം നിങ്ങൾക്ക് വരുമ്പോൾ അത് ഉള്ളുകൊണ്ട് സ്വീകരിച്ച യഖൂലൂന ആമന്നാ ബിഹി, ഞങ്ങളിത് വിശ്വസിക്കുകയാണ് തമ്പുരാനെ, കുല്ലും മിൻ ഇൻദി റബ്ബിനാ, ഇതെല്ലാം എന്റെ പടച്ചോൻ തന്നതാ, ഇതെല്ലാം എന്റെ പടച്ചോന്റെ കലാമാണ്, എന്റെ പടച്ചോൻ എന്നോട് പറയാനുള്ളതാണ് അല്ലാഹു ഖുർആനിലൂടെ പറഞ്ഞിട്ടുള്ളത്. ആ ഒരു ഓർമ്മ നമുക്ക് ഉണ്ടാകുന്ന ഒരു പരമ്പര നമുക്ക് വാർത്തെടുക്കണം. അത് എവിടെന്നോ വന്ന് പഠിച്ച് പോകുന്ന കുറെ കുട്ടികളെ വളർത്തി. ചെറുതല്ല, ചെറിയ കാര്യമല്ല, നിസ്സാരമല്ല. ഞാനിപ്പോ എവിടെ ഏത് ലോകത്ത് പ്രസംഗിക്കാൻ പോയാലും അൽഹംദുലില്ലാഹ് ഞാൻ പഠിച്ച ഒരു പള്ളി ദർസുണ്ട്. ഞാൻ പഠിച്ചൊരു പള്ളി ദർസ്. ആ പള്ളി ദർസിൽ പരിസരവാസികളും ഞങ്ങൾക്ക് ഭക്ഷണം തന്നവരും ഞങ്ങൾക്ക് വെള്ളം തന്നവരും ഞങ്ങളെ സ്നേഹിച്ചവരും ഞങ്ങളുടെ കുറവുകളും കുരുത്തക്കേടുകളും കണ്ട് പുറത്തു സഹിച്ച് ക്ഷമിച്ച് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് നന്നായിട്ട് പ്രവർത്തിച്ച നാട്ടുകാര് അവരുടെ മുന്നിൽ ഇന്നും നമ്മൾ കണ്ണിലുണ്ണിയാണ്. അവരുടെ മുന്നിൽ ഇന്നും ബഹുമാനപ്പെട്ട ഉസ്താദ്, അത്യുജ്വല പ്രഭാഷകൻ, കിരീടം വയ്ക്കാത്ത എന്താണ് കോമാളിയ രാജാവ്, ഇങ്ങനെയൊക്കെ കുറെ വിളിക്കുമല്ലോ. അവർക്കതൊന്നുമല്ല. അവർക്ക് ഇപ്പോഴും നമ്മൾ പോയാൽ നമ്മുടെ പേര് ചൊല്ലി അവർ വിളിക്കുന്നത്. കാരണം എന്താ? നമ്മളെ എത്ര വളർന്ന ഉയരങ്ങളിൽ പോയാലും അവർക്ക് ഇന്നും നമ്മളെ വീട്ടിൽ ചെന്നിരുന്ന് ഭക്ഷണം കഴിച്ച് വെള്ളം കുടിക്കുന്ന ആ ഒരു കുട്ടി തന്നെയാണ്. ഓടയത്തുകാരൻ, ഞാൻ പറയുന്നു സാമ്പ്രദായിക ദർസി പാരമ്പര്യമുള്ള നാടുകളിൽ, എന്റെ നാട് പോലെ പനവൂര്, എന്റെ നാട്ടില് ഇന്ന് കേരളത്തിലെ മിക്ക പണ്ഡിതന്മാരും, ദക്ഷിണ കേരള ജമിയത്തുൽ ഉലമയുടെ ജനറൽ സെക്രട്ടറി തൊടിയൂർ മുഹമ്മദ് കുഞ്ഞ് മൗലവി അടക്കം ഞങ്ങളുടെ നാട്ടിലാണ് പഠിച്ചത്. അത്രയും വലിയ പാരമ്പര്യമാണ് അവിടെ ഉള്ളത്. അതേപോലത്തെ ഒരു നാടാണ് കോടയം. എത്ര കൊല്ലം? 300 കൊല്ലം. അൽഹംദുലില്ലാഹ്. അത് പരമ്പരകളിൽ കൈമാറണം. എന്റെ ബഹുമാനപ്പെട്ട സലീം ഉസ്താദ്, എന്റെ ഗുരുതുല്യനായി ഞാൻ കാണുന്ന, എന്നെക്കാൾ സീനിയറായ ഷാജഹാൻ മന്നാനി, ഞാൻ മടവൂര് പഠിച്ച് ജോലിക്ക് വേണ്ടി മടവൂര് പോകുമ്പോ അന്ന് തുടങ്ങിയ ബന്ധമാണ്. അവരൊക്കെ എന്നെ സീനിയറാണ്, എനിക്ക് മുമ്പേ ഇറങ്ങിയവരാണ്. ബുഖാരി മന്നാനി ഞങ്ങൾ ഒരുമിച്ച് മന്നാനിയിൽ പഠിച്ചതാണ്. അപ്പോ അന്നും നമ്മുടെ ഈ പറയപ്പെടുന്ന ഒരുപാട് പണ്ഡിതന്മാരെ, ഷാജഹാൻ മന്നാനി അടക്കമുള്ള വലിയ വലിയ പണ്ഡിതന്മാരെ ഒക്കെ വാർത്തെടുത്തത് ബഹുമാനപ്പെട്ട സലീം ഉസ്താദാണ്. പക്ഷെ എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഇതിനു മുമ്പ് 1-2 പ്രാവശ്യം എന്നെ ഇവിടത്തേക്ക് വിളിച്ചു. അപ്പോഴും
അപ്പോഴൊക്കെയും ഖേദകരമെന്ന് പറയട്ടെ, എവിടെയെങ്കിലും കൊടുത്തിട്ടുണ്ടാവും. അവിടെ വെട്ടി ഇങ്ങോട്ട് മാറ്റാൻ കഴിയാത്ത വണ്ണം. ഒന്ന്, ആളുകൾ വിചാരിക്കും അത് ഇയാൾ എന്താ കാണിച്ചേ എന്ന് ചിന്തിക്കും. അപ്പൊ ആ ഒരു അവസ്ഥ വരുമ്പോ ഉസ്താദ് പിന്നെ നിർബന്ധിച്ചിട്ടുമില്ല. കാരണം ഉസ്താദിനറിയാം വാക്ക് പാലിക്കുന്നതിന്റെ മഹാത്മ്യത്തെ സംബന്ധിച്ച് ഉസ്താദിനും അറിയാം. അതുകൊണ്ട് ഉസ്താദ് എതിർത്തൊന്നും പറഞ്ഞിട്ടില്ല. ഇപ്പോ വളരെ നേരത്തെ തന്നെ വിളിക്കുകയും ഒരു ഡേറ്റ് കൊടുത്തു. ആ ഡേറ്റ് ബഹുമാനപ്പെട്ട ഹസ്രത്തിന്റെ ഡേറ്റുമായിട്ട് ഒക്കാതെ വന്നു. അൽഹംദുലില്ലാ അടുത്ത് വേറെ ഡേറ്റ് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇന്നുണ്ട്, തുടക്കമാണ്. നമുക്ക് തുടക്കം കൊടുക്കോ, എന്താ പ്രശ്നം? തുടക്കോ കൊടുക്കോ നമുക്കൊന്നും പ്രശ്നമല്ല. ഞാൻ ഇപ്പോഴും പറയുന്നു, ഈ വയലിന്റെ സദസ്സിൽ വരുന്നത് ഖുർആൻ പറയുന്നത് കേൾക്കാൻ വരുന്ന ആളുകൾ മാത്രം വന്നാൽ മതി. ലാസ്റ്റ് ചോറ് കൊടുപ്പിന്റെ മാത്രം ഇങ്ങനെ ഒരു വലിയ തള്ളൽ വരുമ്പോ ഇതെല്ലാം എന്നെ കേൾക്കാൻ വേണ്ടി വന്നതാണ് എന്നൊരു ധാരണയൊന്നും എനിക്കില്ല. അതുകൊണ്ട് തുടക്ക ദിവസമാണ് എനിക്ക് നല്ലത്. ഇപ്പൊ എനിക്ക് എന്നോട് പറഞ്ഞു ഇന്ന് പിരിവ് വേണ്ടേ വേണ്ട. അൽഹംദുലില്ലാ നേരെ ഇലാ ഹദ്റത്ത് നൗഷാദ് വാക്കവിലേക്ക് അങ്ങ് വെച്ചിരിക്കുകയാണ്. അതാകുമ്പോ പിന്നെ അടിവേരൂടെ തോണ്ടിയെടുത്തോളൂ. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരുപാട് പാരമ്പര്യമുണ്ട് നമ്മുടെ ദർസിന്. വേണം പ്രിയപ്പെട്ടവരെ. വല്ലാഹി ഞാനൊരു കാര്യം പറയാം, നിങ്ങൾ മരിച്ചു നോക്കും, പിന്നെ തിരിച്ചു വരാൻ പറ്റൂലല്ലോ. തിരിച്ചു വന്നിരുന്നെങ്കിൽ നമുക്ക് വീണ്ടും കണ്ട് സംസാരിക്കാമായിരുന്നു. നമ്മളെ മക്കൾ ഉപകരിക്കുന്നതിനേക്കാൾ നമ്മൾ ആഹാരം കൊടുത്തു വിട്ട നമ്മുടെ പ്രിയപ്പെട്ട മക്കൾ, അവർ നമുക്ക് ഉപകരിക്കും. ഒരു സംശയമില്ലാത്ത കാര്യമാണ്. ഈ ദർസ് എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല. നമ്മൾ പ്രസംഗിക്കാൻ പോകുന്നു. ഇന്നലെ എവിടെയായിരുന്നു? ഇന്ന് ഓടയത്ത്, നാളെ ഇനി കാസർഗോഡ്, മറ്റന്നാൾ കാസർഗോഡ്, അതിന്റെ പിറ്റേന്ന് കർണാടക, അത് കഴിഞ്ഞ് വന്ന എന്താണ് പിന്നെ കടക്കല്. അപ്പൊ ഇങ്ങനെ നമ്മൾ ഓടി നടന്ന് ഉറക്കമില്ലാതെ പ്രസംഗിക്കുന്നു. പക്ഷെ നമ്മളൊന്ന് വീണു പോയാൽ ഒരു സംഘാടകരും അള്ളാന്റെ തൗഫീഖ് കൊണ്ട് വരില്ല. വരാൻ വേണ്ടിയിട്ട് പറയുന്നില്ല. ഞങ്ങളെ നാട്ടിൽ പ്രസംഗിച്ചാണ്, പാവം ഇപ്പോ ഒന്ന് തളർന്ന് വീണുപോയി, ഒന്ന് പോയി കാണാം. ഒന്നും കൊടുക്കണ്ട. ആർക്ക് വേണം? അള്ളാഹു എന്ന ഖനിയായ സമ്പന്നനായ യജമാനന്റെ അടിമയായ നമുക്ക് വേറെ ഏതെങ്കിലും മഖ്ലൂക്ക് തരുന്നത് വേണോ? ഒന്നും വേണ്ട. വന്നൊന്ന് കണ്ട് സലാം പറയാൻ ഒരു സംഘാടകരും തയ്യാറാവൂല. നിങ്ങളും വരൂല, പടച്ചോറാണ് വരൂല നിങ്ങളും. പക്ഷേ സലീം ഉസ്താദിന് അല്ലാഹു ദീർഘായുസ് കൊടുക്കട്ടെ, ഒരു ചെറിയ തലവേദന വന്ന് വീട്ടിൽ കിടന്നാൽ ഉസ്താദ് പഠിപ്പിച്ചിറക്കിയ മക്കളുണ്ടല്ലോ, സ്വന്തം മക്കൾക്ക് സുഖമില്ലെങ്കിലും എന്റെ ഉസ്താദിന് സുഖമില്ല എന്ന് പറഞ്ഞ് ഓടും. അതാണ് ദർസിന്റെ മൂല്യം. മക്കളോടും. നമ്മൾ എത്ര വാകീറി പ്രസംഗിച്ചാലും ആ പ്രസംഗിക്കുന്ന സ്ഥലത്തിൽ കേട്ടുകൊണ്ട് ചില ആളുകൾ വയല് കേട്ടിട്ട് എഴുന്നേറ്റ് പോവും. പക്ഷേ ഒരു മുദരിസ് ദർസിലെ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ പഠിച്ച ഒരു മുത്തഅല്ലിം ഒരിക്കലും പ്രിയപ്പെട്ടവരെ ഉസ്താദിനെ ഒഴിയില്ല. ആ ഉസ്താദിനെ ഒഴിയ എന്റെ കൂടെ ഓടയത്ത് പഠിച്ച എത്രയോ പേരുണ്ടായിരുന്നു. ബുഖാരി മന്നാനി, ഷമീർ മന്നാനി, സിറാജ് മന്നാനി, റാഫി മന്നാനി, അല്ലേ? ഇങ്ങനെ ഏറ്റവും കുറഞ്ഞൊരു 10 പേര്. ഞാൻ ചുമ്മാ തള്ളി മറിക്കാണെന്ന് ആരും വിചാരിക്കട്ടെ. 10ഓളം പേര് ഓർത്തെടുക്കാൻ എനിക്ക് കഴിയുന്നില്ല. 10ഓളം പേര് ഞങ്ങളെ കൂടെ ജാമിയ മന്നാനിയില് 2008 സനതെടുത്തവരില്, 2007 പിടിച്ചവരില് 10ഓളം പേരും ഓടയത്തുനിന്ന് പോയവർ ഉണ്ട്. അപ്പോഴൊക്കെ അവര് പറയുന്ന കേൾക്കാം, ഓടയം. എത്രയോ മാസം കഴിഞ്ഞിട്ടാണ് ഈ ബുഖാരി മനാനിയുടെ സ്ഥലം വേളാവൂരാണെന്ന് ഞാൻ അറിയുന്നത്. ഞാൻ അപ്പോഴും വിചാരിച്ചത് ഓടയത്തുനിന്നാണ്. കാരണം ഇവർക്ക് ഓടയത്തെ പറ്റി പറയാനേ ഉള്ളൂ. അത് ചെറിയ കാര്യമല്ല. നിങ്ങൾക്ക് അല്ലാഹു തന്ന വലിയൊരു മഹത്വമാണ്. ആ പാരമ്പര്യം നിങ്ങൾ കളയരുത്. നല്ല നിപുണനായി നിരവധി ദർസുകളിൽ ഒരുപാട് സേവനങ്ങൾ കാഴ്ചവെച്ച് ഒരുപാട് പണ്ഡിതന്മാരെ വാർത്തെടുത്ത ഒരു നല്ല മുദരിസാണ് നിങ്ങൾക്കുള്ളത്. നല്ല വഖാറും നല്ല എല്ലാ സിഫത്തും വസ്ഫുമൊത്ത ഒരു മുദരിസും ഖതീബുമാണ് നിങ്ങൾക്കുള്ളത്. അല്ലാഹു നിലനിർത്തി തരട്ടെ. ദർസ് മുന്നോട്ട് കൊണ്ടുപോകണം. അതിന് നാട്ടുകാരായ മക്കളെ കൂടി അൽഹംദുലില്ലാ അവരെ കൂടെ പഠിപ്പിക്കണം. ദർസിൽ നിർത്തി പഠിപ്പിക്കണം. അവര് ആ ഖുർആനിനെ അംഗീകരിച്ചിട്ട് അവരുടെ പ്രവർത്തനങ്ങൾ അത് കാഴ്ചവെക്കട്ടെ. അള്ളാഹു നല്ല മക്കളാക്കി നമ്മളെ അനുഗ്രഹിക്കുമാറാവട്ടെ. മക്കളെ വാർത്തെടുത്താൽ ആ ഇൽമിൽ 4 ഗുണങ്ങളുണ്ടെന്നാണ്. 4 ഗുണങ്ങളുണ്ടെന്നാണ്. അതോടെ പറയുമ്പോ ഇൻഷാ അല്ലാഹ് ദുആ ചെയ്യാനുള്ള സമയമാകും. 4 കാര്യങ്ങൾ ഇൽമു പഠിക്കുന്നതിലുണ്ടെന്നാണ്.
ഈ 4 കാര്യങ്ങൾ നമുക്ക് അത്യാവശ്യമാണ്. ഇന്നിപ്പോ മദ്രസ വലിയ വിവാദമായി കിടക്കുകയാണ്. മദ്രസ എന്തോ വേറെന്തൊക്കെയോ പഠിപ്പിക്കുന്നു എന്നൊക്കെ പറയാണ്. ശരിയാണോ? മദ്രസയിലെ കുട്ടികൾ പ്രഭാത സൂര്യൻ പൊട്ടിവിടരുമ്പോ ആയുധമേന്തിയിട്ടാണ് മദ്രസയിൽ പഠിക്കാൻ പോകുന്നത്. ഇത്ര എടുത്തങ്ങോട്ട് ഇട്ട് കഴിഞ്ഞാൽ മദ്രസയിൽ വരുന്നത് ഏതായുധം? ആ ആയുധമാണ് ഖുർആനിൽ ആദ്യം പറഞ്ഞ ആയുധം. അത് AK-47 അല്ല, അത് ബോംബല്ല, ബയണറ്റ് അല്ല. ആ ആയുധമാണ് നൂൻ വൽ ഖലം. അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞത് ഖലം. اقرأ باسم ربك الذي خلق الإنسان من علق اقرأ وربك الأكرم الذي علم بالقلم. അല്ലാഹു പരിചയപ്പെടുത്തിയ ആദ്യത്തെ ആയുധം അത് പേനയാണ്. കരവാള് വിറ്റൊരു പൊൻവീണയ വാങ്ങി ഞാൻ എന്ന് പറഞ്ഞില്ലേ മലയാള കവി? കരവാള് വിറ്റൊരു പൊൻവീണയ വാങ്ങി ഞാൻ. പേനയാണ്, തൂലികയാണ് ചരിത്രം സൃഷ്ടിക്കുന്നത്. ആ പേനയും കൊണ്ടാണ് മക്കൾ മദ്രസയിൽ വരുന്നത്. എന്നിട്ട് അവർ പഠിക്കുന്ന എന്താണെന്നറിയോ? തന്റെ അയൽക്കാരൻ ആരോ ആകട്ടെ, മുസ്ലിം ആകട്ടെ എന്നല്ല, ഹിന്ദു ആകട്ടെ എന്നല്ല. എല്ലാവരും പഠിക്കുന്നത് എന്താണ്? അയൽക്കാരൻ മുസ്ലിമായ മാത്രം ആഹാരം കൊടുത്താൽ മതി. അങ്ങനെയൊന്നും മദ്രസയെ പഠിപ്പിച്ചിട്ടില്ല. ഒരു മുസ്ലിം അങ്ങനെ ചിന്തിക്കുന്നില്ല. അപ്പൊ നമ്മളൊക്കെ പറയുന്നത് എന്താ? അയൽക്കാരൻ പട്ടിണി കിടക്കുമ്പോ അയൽക്കാരൻ എന്ന് പറയുമ്പോ വീടെണ്ണുകയാണ്. അല്ല, വീടല്ല. അയൽവാസികളെന്ന് പറഞ്ഞാൽ പച്ചക്കരളുള്ള ഏതൊക്കെയുണ്ടോ 4 വീട്, 4 സൈഡിൽ നിന്ന് 40 പേര് പച്ചക്കരളുള്ള എന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെ വീടിന്റെ ഒരു ഭാഗത്ത് ഇങ്ങനെ എണ്ണി പോകുമ്പോൾ അക്കൂട്ടത്തിൽ മരത്തിന്റെ ചില്ലയില് ഒരു കുരുവി കൂടുണ്ട്, ഒരു കാക്ക കൂടുണ്ട്. ആ കാക്ക വെള്ളമില്ലാതെ ഈ ഉഷ്ണ സമയത്ത് വേനൽക്കാലത്ത് വെള്ളമില്ലാതെ ിരിക്കുകയാണ്. ആ കാക്കയ്ക്ക് വെള്ളം കൊടുത്തില്ലെങ്കിൽ ജുമുഅ ജമാഅത്തിന് വരുന്ന മുസ്ലിം കാക്ക, നിന്റെ നിസ്കാരം അല്ലാഹുക്ക് വേണ്ട. പ്രിയപ്പെട്ടവരെ, വീട്ടിലൊരു പൂച്ച വളർത്തുന്നുണ്ട്. ആ പൂച്ചക്ക് നീ വെള്ളം കൊടുക്കുന്നില്ല എന്നാ നിന്റെ ഇബാദത്ത് ആർക്ക് വേണം? മദീനയുടെ തെരുവീഥികളിലൂടെ സഞ്ചരിച്ച ഒരു പെണ്ണുണ്ട്. അവള് സ്വന്തം ശരീരം വിറ്റ പെണ്ണാണ്. ആ പെണ്ണ് തന്റെ വേശ്യാവൃത്തിയിൽ നിന്ന് കിട്ടുന്ന നാണയത്തിട്ടുകള് ജീവിതത്തിന്റെ അന്നമായി ഭക്ഷണമായി കാണുന്ന പെണ്ണ് നടന്നു വരുന്ന വഴിയിലല്ലേ ഒരു നായ, അയിനുന്നജസായ നായ, തൊട്ടാൽ 7 വെള്ളം കഴുകേണ്ട നായ. ആ നായ നാവ് നീട്ടി ഓടുകയാണ്, ദാഹമാണ്. ആ പെണ്ണ് പെട്ടെന്ന് ചെയ്തെന്തെന്നറിയോ? തന്റെ കാലിൽ കിടന്ന ഖുഫ വലിച്ചൂരി ബക്കറ്റാക്കി തൊട്ടിയാക്കി തന്റെ തോളത്ത് കിടന്ന ആ ഷാള് വലിച്ചു കീറിയിട്ട് കയറാക്കി, എന്നിട്ട് കിണറിലേക്ക് ഇറക്കിയിട്ട് വെള്ളം കോരി നായയുടെ നാവ് നനച്ചപ്പോ ആ പെണ്ണ് സ്വർഗത്തിലാണെന്ന് മുഖ്ബിറേ സാദിഖ് നബി മുഹമ്മദ് മുസ്തഫ. സ്വാലിഹത്തായ സദ്വൃത്തയായ പെണ്ണ്, വീട്ടിലെ ഇബാദത്ത് ചെയ്യുന്ന പെണ്ണ്, ഒരു പൂച്ചയ്ക്ക് വെള്ളം കൊടുക്കാതെ ആ പൂച്ചയെ പട്ടിണി കിട്ടപ്പോ ആ പെണ്ണ്, ആ പൂച്ച കാരണം ദഖലത്തിന്നാർ, നരകത്തിലാണ്. കണ്ടോ? പച്ചക്കരളുള്ള ജീവിക്ക് ഭക്ഷണം കൊടുക്കണം. വിശുദ്ധമായ ഇൽമു കൊണ്ടുണ്ടാകുന്ന നേട്ടം എന്താണെന്നറിയോ സഹോദരങ്ങളെ? 4 കാര്യങ്ങളാണ്. ആ 4 കാര്യങ്ങൾ ഇൽമു കൊണ്ടൊരു മനുഷ്യനുണ്ടാകും. എന്തൊക്കെയാണെന്നറിയോ? അതും കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിച്ചോളാം. 4 കാര്യങ്ങൾ ഏതൊക്കെയാണ്? നമ്മുടെ മക്കളെ നന്നായിട്ട് പഠിപ്പിച്ചാൽ ആ മക്കൾക്ക് കിട്ടുന്നത് 4 കാര്യങ്ങളാണ്. 1, അത്തഖ്വാ ബൈനഹു വ ബൈനല്ലാഹ്. അല്ലാഹുവിന്റെയും അവന്റെയും ഇടയിൽ ഭക്തി ഉണ്ടാകുന്നു, തഖ്വ ഉണ്ടാകുന്നു. തഖ്വ എന്ന് പറഞ്ഞാൽ എന്താ? തഖ്വ എന്ന് പറഞ്ഞാൽ ഭക്തി എന്നാണ് അർത്ഥം വെക്കുന്നത്. അല്ല, അത് മലയാളത്തിൽ വേറെ വാക്കുകൾ ഇല്ലാത്തത് കൊണ്ട് നമ്മളൊരു ഭക്തി എന്ന് പറയുന്ന ഒരു അർത്ഥം അങ്ങോട്ട് കൊടുക്കുന്നേ ഉള്ളൂ. ഭയം എന്ന് പറയാൻ പറ്റുമോ? ഭയം എന്ന് പറഞ്ഞാൽ എന്താണ്? പട്ടിയെ ഭയം എന്ന് പറഞ്ഞാൽ എന്റെ അർത്ഥം എന്താ? പട്ടിയെ കാണുമ്പോ ഒന്ന് പറയും. ഇതുവരെ ഞാനല്ലേ പ്രസംഗിച്ചത്? പട്ടിയെ ഭയമാണ്. അപ്പൊ പട്ടിയെ കാണുമ്പോ ഓടൂലേ? പുലിയും കടുവയും നമുക്ക് ഭയമാണ്. കാണുമ്പോഴോ കല്ലെടുക്കാൻ നിൽക്കോ? നീ ഓടും. ആനയെ പേടിയാണ്. ആന വരുമ്പോഴോ അത് ബഹുമാനപ്പെട്ട ഉറൂസിനായത് കൊണ്ട് കുഴപ്പമില്ലെന്ന് പറഞ്ഞാൽ തുമ്പിക്കൈയിൽ ചുറ്റി തലത്തടിക്കും. ഞാൻ പറയണ 3 വട്ടം അടിക്കണം. സാധാരണ ആണെങ്കിൽ 1 അടി അടിക്കാവൂ, ഉറൂസിനാണെങ്കിൽ 3 അടി അടിക്കണം.
കുറെ ആളുകൾക്ക് വേറെ ഒരു പണിയില്ലാതെ ഒക്കെ പറഞ്ഞാ പിന്നെ നമ്മൾ മുജാഹിദാ, അങ്ങനെ പറഞ്ഞാ പിന്നെ നമുക്ക് വലിയ പ്രശ്നമാണ്. ആന എടുപ്പ്, അമ്പാരി എടുപ്പ്. ആനെ കൊണ്ടുള്ള ഗുണം എന്താ? കാട്ടിലെ തടി പിടിക്കല്. അതിന് കബറി കിടക്കുന്ന ഉപ്പാപ്പാട ഉറൂസിന്, മരത്തിന്റെ മുകളിൽ ഇരിക്കുന്ന പാമ്പിന്, അങ്ങനെ ഒരു സ്ഥലമുണ്ട്. അവിടെ ഭയങ്കര വാഴതൊക്കെയായിരുന്നു. അവസാനം ഇപ്പൊ അറിയുന്നത് മക്ബറയുടെ അടുത്ത് ഒരു മരമുണ്ട്. ആ മരത്തിന്റെ മുകളിൽ പാമ്പുണ്ട്. ആ പാമ്പിന് മുട്ടയും പാലും വെക്കണം. അതിന് കൊണ്ടുവരേണ്ടത് ഏറ്റവും വിലപിടിപ്പുള്ള ഒരാനയെ. അങ്ങനെ കൊണ്ടുവന്നു. ആ ആനയുടെ ഡ്യൂട്ടി എന്താണ്? ഈ പാലും മുട്ടയെടുത്ത് മരത്തിന്റെ ജില്ലയിൽ വെച്ച് കൊടുക്കണം. പാമ്പ് തിന്നോളും, ഉപ്പാപ്പാക്ക് സുഖം കിട്ടും. ആ ആനയ്ക്ക് കൊടുക്കുന്നതോ 10 ലക്ഷം. മാക്ക് അവിടെ വഴന്നു പറഞ്ഞ മുസ്ലിയാരിക്ക് കൊടുക്കണതോ 7000 രൂപ. ദുആക്ക് വരുന്ന തങ്ങക്ക് കൊടുക്കണതോ 4000 രൂപ. ഈ മുട്ടയും പാലും എടുത്ത് വെച്ച് ആനയ്ക്ക് കൊടുക്കുന്നതോ 10 ലക്ഷം രൂപ. ഇതിപ്പോ നാളെ ഇതാരെങ്കിലും കേൾക്കുകയാണെങ്കിൽ നാളെ എനിക്ക് സമാധാനം വരും. കാരണം എന്താണെന്നറിയോ? അപ്പൊ മുസ്ലിയാരിക്ക് പൈസ കുറഞ്ഞതാണ് വിഷയം. ഇങ്ങനെ ഇരിക്കെ കുരുവായിട്ട് ഇങ്ങനെ ഇരിക്കെ കുറെ എണ്ണം. ഒരു ജോലിയും പണി എഴുന്നേറ്റ് വല്ല പണിക്കും പോകാൻ പറഞ്ഞാൽ ഒരു പോവേയില്ല. ഇങ്ങനെ ഇരിക്കാൻ എന്റെ പ്രിയപ്പെട്ട സങ്കടം കൊണ്ട് പറയാൻ, ആനയെ പേടിച്ചാൽ ആനയിൽ നിന്ന് നമ്മൾ ഓടി ഒളിക്കുക ചെയ്യുന്നത്. സിംഹത്തെ പേടിച്ച സിംഹത്തിൽ നിന്ന് ഓടുക, പട്ടിയെ പേടിച്ച പട്ടിയിൽ നിന്ന് ഓടുക. അള്ളാഹിനെ പേടിച്ചാലോ അള്ളാഹുവിലേക്ക് അങ്ങ് ഓടുക. അല്ലേ? അള്ളാഹുവിനെ എനിക്ക് പേടിയാണെന്നും പറഞ്ഞ് പള്ളി നിറയെ ഓടുക ചെയ്യേണ്ടത്. അള്ളാഹിനെ പേടി എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് ഓടുക, ആനയെ പേടി എന്ന് പറഞ്ഞാൽ തിരിച്ചു ഓടുക. അല്ലേ? അതാണ് ഖാലിഖിനെ പേടിക്കുന്നതും മഖ്ലൂഖിനെ പേടിക്കുന്നതും. അങ്ങനെയാണ്. നമുക്കൊരു 1000 നന്മ നമ്മൾ ചെയ്തു, എന്നിട്ട് അവസാന ഒരു തിന്മ ഉണ്ടായി പോയാൽ പെണ്ണുമുള്ള പറയും, നിങ്ങളിൽ നിന്ന് ഇന്നു വരെ നല്ലത് കണ്ടിട്ടില്ല എന്ന് പറയും. അതെല്ലാരും പറയും, കൂട്ടുകാരും പറയും. 1000 നന്മ ചെയ്തിട്ട് ഒരു തിന്മ ചെയ്താൽ 1000 നന്മ മറക്കും, തിന്മ മാത്രം എടുക്കും മഖ്ലൂഖുകൾ. അതേസമയം 1000 തിന്മ ചെയ്ത് പൊറുക്കാൻ പറ്റാത്തത്, ഒരു നന്മ ചെയ്ത അല്ലാഹു തആല 1000 തിന്മയും കളഞ്ഞിട്ട് ഒരു നന്മ അല്ലാഹ് എടുക്കും. അതാണ് ഖാലിഖും മഖ്ലൂഖും തമ്മിലുള്ള വ്യത്യാസം. അള്ളാഹു മനസ്സിലാക്കാനും ഖൽബിൽ പടച്ചവനെ നിറയ്ക്കാനും അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.